ഗോളത്തിൻ്റെ ആരം 15 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഉപരിതല വിസ്തീർണം കാണുക. ഈ ഗോളത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം? ഗോളം സ്ഫിയർ, ആരം റേഡിയസ്, ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ. ഇതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം? മെൽറ്റ്. നമ്മൾ ആദ്യം സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുക, ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം. സൂത്രവാക്യം 4πr² ആണ്. വില കൊടുക്കുക 4π ഇൻറ്റു റേഡിയസ് എത്രയാണ്? ആരം 15 അല്ലേ? 15² 15 ഇൻറ്റു 15 225. 15 ഇൻറ്റു 15 225നെ 4 കൊണ്ട് ഗുണിച്ചാൽ 900 എന്ന് വരും. 225 ഇൻറ്റു 4 900 പൈ, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ. അത് കിട്ടി. ഇനി എന്താ ചെയ്യണം? ഈ ഗോളത്തിനെ ഉരുക്കുകയാണ്. നമ്മുടെ വലിയ ഗോളം ഇതാണെന്ന് സങ്കല്പിക്കുക. ഈ ഗോളത്തിനെ നമ്മൾ ഉരുക്കിയിട്ട് എന്ത് ചെയ്യാണ്? ചെറുഗോളങ്ങളാക്കി മാറ്റുന്നു. വലിയ ഗോളത്തെ ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കി മാറ്റുന്നു. എത്ര ഗോളം കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം കാണുക, ഇതിലത്തെ ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം കാണുക, ഹരിക്കുക. വലിയ ഗോളത്തിൻ്റെ വോളിയം കാണുക, ഒരു ചെറിയ ഗോളത്തിൻ്റെ വോളിയം കാണുക, ഹരിക്കുക. അപ്പോൾ വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം ബൈ ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം. സൂത്രവാക്യം 4/3 പൈ r³. നമുക്ക് വലിയ അക്ഷരം r ഇടാം, കാരണം രണ്ടിൻ്റെ വ്യാപ്തത്തിൽ ഈ r എന്ന അക്ഷരം വരും. അപ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ ഗോളം 4/3 പൈ r³ ബൈ ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം. അത് സൂത്രവാക്യം തന്നെയാണ്. 4/3 പൈ, അതിൻ്റെ ആരം ചെറിയ r എടുക്കുക, പൈ r³. നമുക്കിതിൽ 4/3 പൈയും 4/3 പൈയും വെട്ടിക്കളഞ്ഞാൽ വലിയ r³ അതെന്താ? വലിയ ഗോളത്തിൻ്റെ ആരം. അതെത്ര? 15 ആണ്. അപ്പോൾ r³ പറയുമ്പോൾ ഇത് വരും 15 ഇൻറ്റു 15 ഇൻറ്റു 15 ബൈ r³. അതായത് ചെറിയ ഗോളത്തിൻ്റെ ആരം അതെത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആരമുള്ള 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്താ എഴുതുക? r³ അല്ലേ? 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇവിടെ വെടിച്ചെടുക്കുമ്പോൾ 3 എന്ന് വരും, ഇത് വെടിച്ചെടുക്കുമ്പോൾ 3 വരും, ഇത് വെടിച്ചെടുക്കുമ്പോൾ 3 വരും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഉത്തരം 27 എണ്ണം. 27 നമ്പേഴ്സാണ് കിട്ടുക നമുക്ക്. എന്ത്? വലിയ ഗോളം ഉരുക്കി ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കിയ 27 ചെറിയ ഗോളങ്ങൾ കിട്ടും. 6 പുരുഷന്മാർക്കോ 9 സ്ത്രീകൾക്കോ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. 4 പുരുഷന്മാരും 4 സ്ത്രീകളും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 6 പുരുഷന്മാർക്ക് നമുക്ക് എം എന്ന അക്ഷരം, മെയിൽ എന്നുള്ളതിന് എം എന്ന അക്ഷരം, ആ പുരുഷന്മാർക്ക് എം എന്ന അക്ഷരം എഴുതിയ 6 പുരുഷന്മാർ. 9 സ്ത്രീകൾക്ക് ഫീമെയിൽ എന്നുള്ളതിൻ്റെ എഫ് എന്നെഴുതിയ 9 സ്ത്രീകൾ. പിന്നെ 20 ദിവസത്തിന് ഡേയ്സ് എന്നെഴുതുന്നതിന് ഡി എന്നെഴുതിയിട്ട് 20 ദിവസം 20. അപ്പോൾ 6 പുരുഷന്മാർക്കോ 9 സ്ത്രീകൾക്കോ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. അടുത്തത് 4 പുരുഷന്മാരും 4 സ്ത്രീകളും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ്. അപ്പോൾ 20 ദിവസം കൊണ്ട് ചേരണമെങ്കിൽ ഒന്നുകിൽ 6 പുരുഷന്മാർ മാത്രം അല്ലെങ്കിൽ 9 സ്ത്രീകൾ മാത്രം ചെയ്താൽ 20 ദിവസം കൊണ്ട് ചേരും. ഇവിടെ എന്താ? 4 പുരുഷന്മാരും 4 സ്ത്രീകളും കൂടി ചേർന്നാൽ എത്ര ദിവസം വേണമെന്നാണ്. ഉത്തരം കാണാൻ ഒരു എളുപ്പ വഴി, മുകളിലത്തെ വരിയിലത്തെ എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കുക. 6 ഇൻറ്റു 9 ഇൻറ്റു 20 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു 4 കൂട്ടണം 4 ഇൻറ്റു 9 6 ഇൻറ്റു 9 ഇൻറ്റു 20 ബൈ 6 ഇൻറ്റു 4 24, 4 ഇൻറ്റു 9 36, കൂട്ടുമ്പോൾ 36 4 40 വരും 60. ഛേദം എന്ത് കിട്ടി? 60. ഈ 20ഉം 60ഉം പഠിച്ചെടുക്കുമ്പോൾ 3 എന്ന് വരും. ഈ 3ഉം 6ഉം പഠിച്ചെടുക്കുമ്പോൾ 2 എന്ന് വരും. 2 ഇൻറ്റു 9 ഉത്തരം 18 ദിവസമാണ് ഉത്തരം. ഒറ്റയാൻ ഏത്? 5, 16, 38, 71, 116, 170. നമുക്ക് ഒരു കൂട്ടം സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ അല്ലെങ്കിൽ ഒറ്റയാൻ കാണണം. 5, 16, 38, 71, 116, 170. 5 16 ആവാൻ പ്ലസ് 11 കൂട്ടുന്നു. 11 5 16. 16 38 ആകാൻ
22 കൂട്ടുന്നു, 22 6 28 10 38. 38 77 ആവാൻ 3 8 11 1 3 4 3 7 33 കൂട്ടുന്നു. അപ്പോൾ 11 കൂട്ടുന്നു, 22 കൂട്ടുന്നു, 33 കൂട്ടുന്നു. അതായത് 11ൻ്റെ ഗുണിതങ്ങൾ കൂട്ടി പോവുകയാണ്. 11ൻ്റെ മൾട്ടിപ്പിൾസ് കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ കൂട്ടേണ്ടത് 1 11 11, 2 22, 3 11 33, 4 11. ഇവിടെ കൂട്ടുമ്പോൾ 44 കൂട്ടണം. 71ൻ്റെ കൂടെ 44 കൂട്ടണം. 71 പ്ലസ് 44 കൂട്ടുമ്പോൾ 4 1 5 7 4 11. 115 വരേണ്ടത്. ഇവിടെ 116 കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ 115 വരേണ്ടത്. 115 വരേണ്ടത്. 116 എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് കൂട്ടേണ്ടതോ 1 11 11, 20 22, 3 11 33, 4 11 44. അപ്പോൾ ഇനി കൂട്ടേണ്ടത് 55 കൂട്ടണം. ഏതിൻ്റെ കൂടെ? ഇത് തെറ്റാണ്. 115 കിട്ടി ശരിക്കും എഴുതേണ്ടത്. അപ്പോൾ 115ൻ്റെ കൂടെ 55 കൂട്ടി നോക്കൂ. എത്ര വരിക? 115 55 170 ശരിയാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂട്ടുമ്പോൾ ശരിയായ രീതിയിൽ എഴുതുന്ന സംഖ്യയല്ല അവിടെ എഴുതിയിരുന്നത്. ശരിയായ രീതിയിൽ എഴുതുന്ന സംഖ്യ 115. അപ്പോൾ ഇതിൽ ഒറ്റയാണ് ഉത്തരം 116. 0 5 26 17 124 ഡാഷ്. നമുക്കൊരു ശ്രേണി തന്നിട്ട് വിട്ടുപോയ സംഖ്യ കാണണം. നമുക്കൊരു സീക്വൻസ് തന്നിട്ട് മിസ്സിംഗ് നമ്പർ കാണണം. 124 എന്ന് പറയണത് 5 ക്യൂബ് മൈനസ് 1 ആണ്. 5ൻ്റെ ക്യൂബ് 125 1 കുറച്ചാൽ 124 കിട്ടും. 17 എന്ന് പറയണത് 4 സ്ക്വയർ പ്ലസ് 1 ആണ്. 4 സ്ക്വയർ 16 1 17. 26 എന്ന് പറയണത് 3 ക്യൂബ് മൈനസ് 1 ആണ്. 3ൻ്റെ ക്യൂബ് 27 1 കുറച്ചാൽ 26. 5 എന്ന് പറയണത് 2 സ്ക്വയർ പ്ലസ് 1 ആണ്. 2 സ്ക്വയർ 4 1 5. 0 എന്ന് പറയണത് 1 ക്യൂബ് മൈനസ് 1 ആണ്. 1ൻ്റെ ക്യൂബ് 1 1 കുറച്ചാൽ 0. അപ്പോൾ ആദ്യത്തെ 1 ക്യൂബ് മൈനസ് 1, അടുത്ത് 2 സ്ക്വയർ പ്ലസ് 1, 3 ക്യൂബ് മൈനസ് 1, 4 സ്ക്വയർ പ്ലസ് 1, 5 ക്യൂബ് മൈനസ് 1. അപ്പോൾ ആദ്യത്തെ സംഖ്യ 1 2 3 4 5. അപ്പോൾ ഉത്തരത്തിൽ 6 ആയിരിക്കും. എന്നിട്ടോ ഇതിൻ്റെ എക്സ്പോണൻ്റ് എന്താ? ആകൃതി ക്യൂബ് സ്ക്വയർ ക്യൂബ് സ്ക്വയർ ക്യൂബ്. അപ്പോൾ അടുത്തത് സ്ക്വയർ ആയിരിക്കും. ഇവിടെ -1 +1 -1 +1 -1. അപ്പോൾ അടുത്തത് +1. 6ൻ്റെ സ്ക്വയർ 6 6 36 1. ഉത്തരം 37. ചെയറിനെ 3 4 5 6 7 എന്നും റെൻറ്റിനെ 7 1 2 8 എന്നും എഴുതിയാൽ റെയറിനെ എങ്ങനെ എഴുതാം? ചെയറിനെ 3 4 5 6 7 എന്ന് എഴുതാം. CHAIR. ചെയറിനെ 3 4 5 6 7. 3 4 5 6 7. റെൻറ്റിനെ 7 1 2 8. RENT. റെൻറ്റിനെ 7 1 2 8 എന്നെഴുതാം. നമുക്കിതെന്ന് മനസ്സിലാവുന്നു. ഇവിടെ 6 എന്ന അക്ഷരം 7 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെയും 6 എന്ന അക്ഷരം 7 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 6നെ സൂചിപ്പിക്കുന്ന സംഖ്യ 7 ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ റെയർ എന്ന് എഴുതാം. REAR. 6നെ സൂചിപ്പിക്കുന്ന സംഖ്യ 7, ഈനെ സൂചിപ്പിക്കുന്ന സംഖ്യ 1, എനെ സൂചിപ്പിക്കുന്ന സംഖ്യ 5, വീണ്ടും 6നെ സൂചിപ്പിക്കുന്ന സംഖ്യ 7. ഉത്തരം 7 1 5 7. 1/9 സമം 0.1111 എക്സെട്ര ആയാൽ റൂട്ട് ഓഫ് 0.4444 എക്സെട്രയുടെ വില കാണുക. അപ്പോൾ 1/9 0.1111 എക്സെട്ര ആണ്. അപ്പോൾ നമുക്ക് 2/9നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1/9. 2/9നെ 2 × 1/9 എന്ന് എഴുതാം. അപ്പോൾ 2 × 1/9ൻ്റെ വില 0.1111 എക്സെട്ര. ഇത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 0.1111 എന്ന് പറയുമ്പോൾ 0.2222 എക്സെട്ര. ഇതുപോലെ 3/9 എങ്ങനെ എഴുതുക? 3 × 1/9 സമം 3 × 0.1111 എക്സെട്ര. ഗുണിക്കുമ്പോൾ ഇത് വരും 0.3333 എക്സെട്ര വരും. 4/9 എന്ന് പറയുമ്പോൾ
4 × 1/9 സമം 4 × 0.1111 എക്സെട്ര സമം ഇത് ഗുണിക്കുമ്പോൾ 0.4444 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 0.4444 എക്സെട്ര എന്ന് പറയുന്നത് 4/9 ആണ്. 0.4444 എക്സെട്ര പറയുന്നത് 4/9 ആണ്. നമുക്ക് എന്താ കണ്ട് അതിൻ്റെ റൂട്ട് കാണണം. അപ്പോൾ റൂട്ട് ഓഫ് 0.4444 എക്സെട്ര എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇതിൻ്റെ വില എത്രയാണ്? 4/9 ആണ്. 4/9 റൂട്ട് കാണുമ്പോൾ 4ൻ്റെ റൂട്ട് 2/9 റൂട്ട് 3. ഉത്തരം 2/3. ഒരു വാഷിംഗ് മെഷീൻ കമ്പനി അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ഇപ്പോഴത്തെ വില 8000 രൂപ. 2 വർഷം കഴിയുമ്പോൾ വില എത്ര? വാഷിംഗ് മെഷീൻ കമ്പനി അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുകയാണ്. ഇപ്പോഴത്തെ പ്രൈസ് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വില 8000 രൂപ. 2 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും വില? ഉത്തരം കാണാൻ ഇപ്പോഴത്തെ വില എത്രയാണ് അത് എഴുതുക. ഇപ്പോഴത്തെ വില 8000 ഇൻറ്റു എന്നത് ഓരോ വർഷവും 5% കുറയ്ക്കുന്നത്. ഓരോ വർഷവും 5% കുറയ്ക്കുന്നു. ഇപ്പോൾ 100 നിന്ന് 5 കുറയ്ക്കുക. 100 നിന്ന് 5 കുറച്ചാൽ 95/100 എന്നിടുക. 95/100 95/100. ഇങ്ങനെ എത്ര വർഷം ഉണ്ട്? ഇതിപ്പോൾ ഒരു വർഷത്തെ ആയിട്ടുള്ളൂ. ഇങ്ങനെ 2 വർഷം കഴിയുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി 95/100 കൊണ്ട് കുടിക്കുക ഇൻറ്റു 95/100. ഇതിലത്തെ ഒരു 3 പൂജ്യവും ഈ 100ഉം ഇതിലത്തെ ഒരു പൂജ്യവും വെട്ടിക്കളയാം. ബാക്കി 95 × 95 × 8 ഗുണിക്കുക. 8 × 95 × 95. നമുക്ക് ആദ്യം 95 × 95 ഗുണിക്കുക. ഇത് 5-ൽ അവസാനിക്കുന്ന സംഖ്യയാണ്. 5-ൽ അവസാനിക്കുന്ന സംഖ്യ. ഇപ്പോൾ 95 × 95 എന്ന് പറഞ്ഞാൽ എന്താ? 95 സ്ക്വയറാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. എന്താ അറിയോ? ആദ്യം നമ്മൾ 25 എന്നിടുക. അതായത് 5ൻ്റെ സ്ക്വയർ 25. എന്നിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്തക്കം 5ൻ്റെ സ്ക്വയർ നമ്മൾ 25 എഴുതിയേ. 10ൻ്റെ സ്ഥാനത്തക്കം എത്ര? 9 അല്ലേ? 9ഉം അടുത്ത സംഖ്യ എത്ര? 9 കഴിഞ്ഞാൽ 10ഉം. ആ 9ഉം 10ഉം കൂടി ഗുണിക്കുക. 9 10 9 × 10 90. ഇതാണ് 95 × 95 9025. 95 × 95 95 സ്ക്വയറാണ്. 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗം കാണാനുള്ള എളുപ്പ വഴി 5ൻ്റെ സ്ക്വയർ 25 എന്ന് എഴുതി. പിന്നെ 10ൻ്റെ സ്ഥാനത്തൊക്കെ എടുക്കുക 9. 9 കഴിഞ്ഞാൽ സംഖ്യ എത്ര? 10 ആണ്. ആ 9ഉം 10ഉം ഗുണിക്കുക. 9 × 10 90. അപ്പോൾ 9025. ഇത് ഗുണിച്ചെഴുതി. ഇനി ഇതിനെ നമുക്ക് 8 കൊണ്ട് ഗുണിക്കണം. 8 കൊണ്ട് ഗുണിക്കുക. 8 5 40 ശിഷ്ടം 4 8 2 16 4 20 8 9 72. നമ്മൾ അംശങ്ങൾ ഗുണിച്ചു. ഇനി ഛേദത്തിലൊരു 10 ഉണ്ട്. /10 അത് ഈ 0 വെട്ടിക്കളഞ്ഞ ഉത്തരം 7220 രൂപ. ദശാംശ സംഖ്യകളുടെ ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽസ്. 0.2 × 2 × 0.02 × 0.002ൻ്റെ വില കാണുക. ഒരു കൂട്ടം ദശാംശ സംഖ്യകൾ ഗുണിക്കണം. ഒരു കൂട്ടം ദശാംശ സംഖ്യകൾ ഗുണിക്കണം. നമ്മളതിലത്തെ ദശാംശം ഒഴിവാക്കി സംഖ്യകൾ മാത്രം ഗുണിക്കുക. ദശാംശം ഒഴിവാക്കി സംഖ്യകൾ മാത്രം ഗുണിക്കുക. ഇവിടെ ദശാംശം ഒഴിവാക്കിയ സംഖ്യ 2. ഇവിടെ ദശാംശം ഇല്ല 2. ഇവിടെ ദശാംശം ഒഴിവാക്കിയ ഇവിടെയും 2. ഇവിടെ ദശാംശം ഒഴിവാക്കിയ സംഖ്യ 2. 2 × 2 4 4 × 2 8 8 × 2 16. 16ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. ഇനി ദശാംശ സ്ഥാനങ്ങൾ നോക്കുക. ദശാംശ സ്ഥാനങ്ങൾ. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഇതിലില്ല. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനം. ദശാംശ സ്ഥാനങ്ങൾ കണ്ടുപിടിച്ചു. 1 2 3. ഈ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. 1 + 2 + 3. 1 2 3 3 3 6. ആകെ ദശാംശ സ്ഥാനങ്ങൾ 6. ആകെ ദശാംശ സ്ഥാനങ്ങൾ 6. അപ്പോൾ ഈ ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞിട്ട് 6 അക്കം വേണം. ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞിട്ട് 6 അക്കം വേണം. അപ്പോൾ നമുക്കിവിടെ ദശാംശം ഇട്ടിട്ട് 1 2 3 4 0 ഇട്ടാൽ 1 6 തൊട്ടാൽ ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 4 5 6ആയി. ഉത്തരം 0.0000016.